തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തിൽ TVK നേതാക്കൾക്കെതിരെ കേസെടുത്ത് പോലീസ്. TVK ജനറൽ സെക്രട്ടറി ആനന്ദ്, കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, സംസ്ഥാന പര്യടനത്തിന്റെ ചാർജുള്ള നിർമ്മൽ കുമാർ എന്നിവർക്കെതിരെയാണ് കേസ്. 9 കുട്ടികളും 17 സ്ത്രീകളും ഉൾപ്പെടെ 39 പേരാണ് TVK റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചത്. 50-ലേറെ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. വിജയ് എത്താൻ വൈകിയതും പോലീസ് മതിയായ സുരക്ഷ ഒരുക്കാത്തതുമാണ് ദുരന്തത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസുകാർ വളരെ കുറവായിരുന്നു, എത്താൻ പറ്റിയില്ല. പുള്ളി അവിടെ നിന്ന് ഇവിടെ വരണ വരെ പുറത്ത് വന്ന് കൈ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ടാണ് പുറത്ത് വരുന്നത്, മുകളിൽ വരണത്. അതുവരെ പുറത്ത് വന്നില്ല വിജയ്. അതാ പ്രശ്നം. ഭയങ്കര തിരക്കായിരുന്നു, ശ്വാസം വിടാൻ പോലും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരമാകുമ്പോൾ തിരക്ക് കൂടി ആൾക്കാരെങ്കിലും താഴോട്ട് വീണു. രക്ഷപ്പെട്ട് ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കറണ്ടിന് പോയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. വലിയ പ്രശ്നമായിരിക്കും. കാരണം അവിടെ കൊമ്പി കയറി മരത്തിൽ കയറി ഷോക്ക് അടിച്ച് ഭയങ്കര പ്രശ്നമായിരിക്കും. കറണ്ട് ഓഫ് ചെയ്ത് നല്ലതാ. കുഞ്ഞുങ്ങളൊക്കെ പെണ്ണുങ്ങൾ ചെറിയ കുട്ടികളെല്ലാം താഴോട്ട് വീണു. ഭയങ്കര സംഭവമാണ്. അതില്ല, ഇതിപ്പോൾ ഒരാഴ്ചയിൽ 3ാമത്തെ പരിപാടിയാണ് കരൂരിൽ. സ്റ്റാലിൻ വന്നിട്ട് ഇപ്പോൾ പോയിട്ട് ഒരാഴ്ച 5 ദിവസമേ ഉള്ളൂ. എടപ്പാടി വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. അത് 2 ദിവസം കൂടെ പെർമിഷൻ കൊടുത്തു. പിന്നെ ഈ കപ്പാസിറ്റി ഈ സ്ഥലം പോരാ, സ്ഥലം വളരെ കമ്മിയാണ്. ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ എല്ലാ പരിപാടികളും നടക്കുന്നത്. 2-3 പ്രാവശ്യം ഇതിനു മുന്നേ കഴിഞ്ഞ കൊല്ലം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ അപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ വന്നത് കുട്ടികൾ ഒക്കെ ആരും 18 വയസ്സ് മുതലുള്ള കുട്ടികളല്ല, പകുതി പോലും അത്ര ഇല്ല. ബാക്കി എല്ലാം ചെറിയ കുട്ടികളാണ്. വിജയന്റെ ആരാധകർ അവരെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. രാഷ്ട്രീയമല്ല ഇത് മെയിനായിട്ട്. ഒക്കെ സ്കൂൾ കുട്ടികളും ഒക്കെ ആയിരുന്നു. கெஞ்சனோ போவாதீங்கன்னு கேட்காத செத்த நேரத்தில் போய் 6:30 மணிக்கெல்லாம் என்கிட்ட பேசினாங்கப்பா. கும்பலாருக்கு வந்துருங்க, என்ன வந்துடுறோம் நாங்கள். திருப்பி ஒரு 1/2 மணி நேரம் கமிச்சு பார்த்தா ஒன்றுமே இல்லைம்மா, போனோமா கிடக்குது. என் பிள்ளையும் என் மாப்பிள்ளையும் போயிட்டாருப்பா. அடுத்த மாதம் கல்யாணம்ப்பா. 2 பேருமே போயிட்டாங்க, 2 பேருமே செத்துட்டாங்க. தெரிஞ்சவங்க வீட்டில் மாடியில் நிற்கிறேன்னு சொன்னாங்க. இறங்கி வர்றப்பதாப்பா என் பிள்ளைய கொண்டுட்டானுங்க. 2த்தையுமே கொண்டுட்டாங்க, மிதிச்சே கொண்டுட்டாங்க. പുലർച്ചെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കരൂരിലെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി, തൊട്ടുപിന്നാലെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവരും കരൂരിൽ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. இனிமேல் இது மாதிரி விபத்துகள் நடக்கக்கூடாது, அதற்கு இந்த அரசு முழு நடவடிக்கை எடுக்கும். முதலமைச்சர் இதுக்குன்னு சொல்லியிருக்கிறாங்க. ஓய்வு பெற்ற நீதியரசர் அருணா ஜெகதீசன் அவங்க தலைமையில் ஒரு கமிஷன் அமைக்கப்பட்டிருக்கு. எனக்கு கிடைத்த தகவல்படி அவங்க மதியம் 1 மணிலேருந்து 1:30 மணி அளவில் இந்த கரூருக்கு வர இருக்கின்றாங்க. மருத்துவமனைக்கு வந்து ஒவ்வொரு பேஷண்ட்டுக்கிட்டையும் அவங்களோட கருத்துக்களை பதிவு செய்வாங்க. அது மாதிரி நேற்று அந்த விபத்து நடந்த இடத்துக்கும் அவங்க செல்ல இருக்கிறாங்கன்னு நான் நம்புகிறேன். எனவே அவங்க கொடுக்கக்கூடிய அந்த கமிஷன் அந்த ரிப்போர்ட்டுக்கு தகுந்தபடி முதலமைச்சர் அவர்கள் நிச்சயம் சட்டப்பூர்வமான நடவடிக்கைகளை விரைவு எடுப்பார். വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ വിജയുടെ വസതിയുടെ മുൻപിൽ നിന്ന് മുഹമ്മദ് റഹീസ്, ഒപ്പം കരൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് സൂരജ് സജി, ഈ ദുരന്തമുണ്ടായ വേലുച്ചാമിപ്പുറത്ത് നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം മുഹമ്മദ് റഹീസിലേക്കാണ്. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുൾപ്പെടെയാണല്ലോ ഈ TVK ജനറൽ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ, മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ഇന്നലെ രാത്രി തന്നെ DGPയും ADGPയും അടക്കമുള്ളവർ ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട ADGP ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആർക്കൊക്കെ എതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് എന്നതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് TVKയുടെ ജനറൽ സെക്രട്ടറി N ആനന്ദ്, ഒപ്പം തന്നെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, സംസ്ഥാന പര്യടനത്തിൻ്റെ ചാർജുള്ള ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ. ഈ നിർമ്മൽ കുമാറാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ചാർട്ടിംഗ് ഒക്കെയും നടത്തുന്നത്. അതിൻ്റെ അനുമതി തേടൽ തുടങ്ങി മറ്റ് കാര്യങ്ങളൊക്കെയും അറേഞ്ച് ചെയ്യുന്നത് ഈ നിർമ്മൽ കുമാറാണ്. ഇങ്ങനെ 3 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നത് തന്നെയാണ് TVK ജനറൽ സെക്രട്ടറി N ആനന്ദ്. അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 2ാമത്തെ ആൾ, വിജയ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ, എല്ലാ വേദികളിലും വിജയമായി എത്തുന്നയാൾ. ഈ പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് അതിലേതെങ്കിലും തരത്തിൽ മുൻപ് രാഷ്ട്രീയ പരിചയമുള്ള, പ്രവൃത്തി പരിചയമുള്ള ആൾ, നേരത്തെ കോൺഗ്രസിൻ്റെ ഒക്കെയും ഭാഗമായിരുന്നു, പിന്നീട് മറ്റൊരു പാർട്ടിയിലൊക്കെ ഭാഗമായിരുന്നയാളാണ് N ആനന്ദ്. വിജയുടെ സന്തത സഹചാരി, നേരത്തെ വിജയുടെ
ഫാൻസ് അസോസിയേഷന്റെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്നയാൾ വിജയുടെ വലം കൈ അദ്ദേഹത്തിനെതിരെയാണ് അദ്ദേഹത്തിന് എതിരെ കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന പര്യടനത്തിന്റെ ചാർജുള്ള നിർമ്മൽ കുമാർ അദ്ദേഹമാണ് വിജയുടെ ഇന്നത്തെ ദിവസം അടക്കം വിജയ്ക്ക് പനയൂരിലെ ഓഫീസിൽ ഇത്തരത്തിലൊരു മീറ്റിംഗ് കൂടാനിരുന്നതാണ്. അടുത്ത ആഴ്ചയിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് കൂടാനിരുന്നു. ആ മീറ്റിംഗിൽ അടക്കം പങ്കെടുക്കേണ്ട ഈ സംസ്ഥാന പര്യടനത്തിന്റെ മുഴുവൻ ചുമതലയുമുള്ള നിർമ്മൽ കുമാർ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ കരൂരിലാണ് പരിപാടി നടന്നത്. കരൂരിലെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനായിരുന്നു അവിടുത്തെ പരിപാടിയുടെ പ്രത്യേകമായിട്ടുള്ള ചുമതല ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിലവിൽ 3 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 4 വകുപ്പുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഒപ്പം തന്നെ പോലീസ് നിബന്ധന പാലിക്കാതെ ഇരിക്കൽ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും അപായം വരുത്തൽ. അത് മനഃപൂർവ്വമായി അത്തരത്തിൽ ഒരു അപായം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടും അത്തരത്തിൽ അപായം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. സെക്ഷൻ 1091 ഒപ്പം തന്നെ 110, 125, 223 എന്നിവ അടക്കമാണ് നിലവിൽ ഈ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് BNS വകുപ്പുകൾ ചുമത്തിയിട്ടാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ TVK നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയും. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഒരുപക്ഷെ അവിടെ പോയി ഈ സ്ഥലം സന്ദർശിച്ച് ഇന്ന് തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് നാളെ എന്തായാലും കോടതി ഈ വിഷയം എടുക്കും, കോടതി ഈ വിഷയം പരാമർശിക്കും. അപ്പോൾ ആ സമയത്ത് സർക്കാരിന് മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഒപ്പം തന്നെ ADGP ഇന്ന് തന്നെ DGPക്ക് ഒരു റിപ്പോർട്ട് നൽകിയേക്കും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇത് രാവിലെ മാധ്യമങ്ങളെ ഒരു 2 മണിക്കൂർ മുൻപ് കണ്ടപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്, അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ എത്തിയതിനു ശേഷം മാത്രമേ അപകട കാരണം എന്താണ് എന്നുള്ളത് പറയുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ TVKക്ക് ഇപ്പോൾ നിയമപരമായി കൂടി ഈ ഘട്ടത്തിൽ നീങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. ഇന്നലെ രാത്രി വിജയ് വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം ചില അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു. TVKക്ക് ഒരു ലീഗൽ ടീം ഉണ്ടായി, ഈ ലീഗൽ ടീമുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതിനുശേഷം ആണ് ഇന്നലെ രാത്രി തന്നെ ഈ മതിയഴകനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം വന്നിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ കൂടി കേസ് വന്നിരിക്കുന്നു. ഇനി വിജയിയെ എപ്പോഴാണ് പ്രതി ചേർക്കുക, അദ്ദേഹത്തിനെ എതിരെ ചുമത്തുന്ന വകുപ്പുകൾ ഏതൊക്കെയാകും, അദ്ദേഹത്തിന് എത്രാം പ്രതിയായിട്ടാകും ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വിജയ്ക്കെതിരെ കേസെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ കൂടി മറ്റുള്ളവർ കൂടി ഇന്ന് പരാതി നൽകാൻ സാധ്യതയുണ്ട്. ഈ വിഷയം ഹൈക്കോടതിയിൽ ഇതൊരു ഹർജി നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയും പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ പോലീസിന്റെ നീക്കം കുറച്ചുകൂടി വേഗത്തിലാവുകയാണ്. അവർ TVK നേതാക്കൾക്കെതിരെ നിലവിൽ എന്തായാലും കേസെടുത്തിരിക്കുന്നു, അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഈ അപകടം ഏത് തരത്തിലാണ് ഉണ്ടായത് എന്ന് ഈ അന്വേഷണം കഴിഞ്ഞതിനു ശേഷമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഈ ദൃക്സാക്ഷികളൊക്കെയും പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ഉന്തും തള്ളും, മതിയായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാതെ ഇരിക്കൽ, മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാതെ ഇരിക്കൽ, ഇതൊക്കെ കാരണമാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നുള്ളത് അവിടുത്തെ ദൃക്സാക്ഷികളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ തരത്തിലേക്ക് തന്നെയാണോ, അല്ല ഇനി ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യം അപ്പോൾ ഉണ്ടായിട്ടാണോ ഈ ഒരു അപകടം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.